ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ സെക്കൻഡ് ഡേ ഓഫ് മൂകാംബിക ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ നമ്മൾ ഹരിശ്രീ എഴുതാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ മുന്നേ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് വെച്ചു. അപ്പോൾ ആദ്യം ഞങ്ങൾ പുറത്തുള്ള ഗണപതി ഉണ്ടല്ലോ, അവിടെ ഗണപതി ടെമ്പിളിൽ പോയി. അതിന് ശേഷം പുറത്ത് ക്യൂ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല തലേ ദിവസത്തെ പോലെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു. നമ്മൾ ക്യൂ എല്ലാം ഫുള്ളാണ്. അതുപോലെ ഈ മണ്ഡപത്തിലൊക്കെ നിറയെ ആൾക്കാരിരിക്കുന്നുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തലേ ദിവസം തന്നെ ഇതിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അന്നപ്പോൾ ക്യൂവിലൊന്നും നിൽക്കുന്ന തിരക്ക് കൂടേണ്ടി വന്നില്ല. നമ്മളവിടെ ഇരിക്കുക, അവർക്കത് കൊടുത്ത് പിന്നെ അവർ നമുക്കൊരു തട്ട് തരും. അതിനകത്ത് നമുക്ക് എഴുതിക്കാം. അവർ പറയും ഈ അതൊക്കെ ഞാൻ എഴുതിച്ചു കൊടുത്തിട്ടോ, കാരണം മലയാളമൊക്കെ അറിയില്ലല്ലോ. അവൾ ഓൾറെഡി എഴുതിയതുകൊണ്ട് ABCD ഒക്കെ കുറച്ചറിയാം. അതൊക്കെ അവൾ സ്വന്തം എഴുതി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഉറക്കം വന്നു. കുറച്ച് നേരത്തെ എണീറ്റ് കാരണം ഉറക്കം വന്നു. പിന്നെ ക്യൂ ഒക്കെ നിന്നിട്ട് നമുക്ക് ഉള്ളിൽ കയറണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. പിന്നെ വിശക്കാനും തുടങ്ങി, മോൾ ഉറങ്ങിപ്പോയി. അപ്പം പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നമുക്ക് ഇടിയപ്പം വെള്ളപ്പം ഇതില്ല തേങ്ങാപ്പാലും കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ ധ്രുവത്. അതുപോലെ കടലക്കറി ഉണ്ട്, പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു. പുട്ട് നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ ഈ സെറ്റ് ദോശയ്ക്ക് കടലക്കറിയാണ് കോമ്പിനേഷൻ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ചെക്ക് ഔട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കാട്ടുകൂടി നല്ല ഭംഗിയുള്ളൊരു കാടാണ് കേട്ടോ. നിങ്ങൾ പോയവർക്ക് മനസ്സിലാവും. നല്ല ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഒരു കാട്ടുകൂടിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മൂകാംബികയോട് വിട പറഞ്ഞ് അടുത്തത് പോകുന്നത് മാംഗ്ലൂർക്കാണ്. അപ്പോൾ ഇവിടുന്ന് അല്ല, ഉടുപ്പി ടെമ്പിളിലാണ് കേട്ടോ ആക്ച്വലി പോകുന്നത്. ഉടുപ്പിയിലോട്ടുള്ള വഴിയാണ്. അപ്പം ഒരു 11:45 ആകുമ്പോൾ അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവാണ്. അപ്പോൾ ഞങ്ങളൊരു 11:45 ആകുമ്പോൾ അവിടെ എത്തി. പക്ഷേ എന്താ സംഭവിച്ചത്, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇതവിടെ പുറത്തുള്ള കയറുന്നതിന് മുന്നിലുള്ളൊരു സ്റ്റാച്ചുവിൻ്റെയൊക്കെ ഷോപ്പാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കണ്ടിരിക്കാൻ. നമ്മളിങ്ങനെ നോക്കി നിന്നു. വെറൈറ്റീസ് ഓഫ് കൃഷ്ണൻ, പലതരത്തിലുള്ള കൃഷ്ണൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാനുള്ള ക്യൂ ഒരുപാട് വളഞ്ഞ് ഞങ്ങൾ ക്യൂവിൽ കയറി നിന്നു. പക്ഷേ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് 12:30 എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. പിന്നെ ആണ് അവർ പറഞ്ഞ ആരൊക്കെ കുറച്ച് ആൾക്കാർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഇനിയും നട തുറക്കുക, ഇനി 4 മണിക്കേ തുറക്കുള്ളൂ എന്ന്. അപ്പം പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പം നിന്നിട്ട് നമുക്ക് കാര്യമില്ല. അങ്ങനെ കുറേ ആൾക്കാർ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ മംഗലാപുരത്തേക്ക് വിട്ടു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ മച്ച്ലി എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പുണ്ട്, അവിടെ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇതാണ് മീൻ തന്നെയാണ്, ഫുൾ മീനിൻ്റെ മീലാണ്, ഫിഷ് മീൽസാണ്. ഫിഷ് ഫ്രൈയും ഫിഷിൻ്റെ പീര, ചെമ്മീൻ്റെ പീരയായിരുന്നു. പിന്നെ ഫിഷ് കറി, അച്ചാറും ഒരു ഉപ്പേരിയുണ്ട് വേറെ ആയിട്ട്. പിന്നെ നമ്മൾക്ക് വേറെയുള്ള സൈഡ് ഡിഷൊക്കെ ഓർഡർ ചെയ്യാം. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഞങ്ങൾ റൂമൊക്കെ എടുത്തു വന്ന് സെറ്റായി. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പബ്ബാസ് എന്ന് പറഞ്ഞാൽ അവിടെ അതും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം ഷോപ്പാണ് കേട്ടോ. ഐഡിയൽ ഐസ്ക്രീംസ് കിട്ടുന്ന ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ ഐഡിയൽ ഐസ്ക്രീംസ് അവിടെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ച് തിരഞ്ഞു പോയി ആക്ച്വലി. പക്ഷേ ബീച്ച് കണ്ടില്ല. ഞങ്ങൾ അതിൻ്റെ അടുത്ത് കുറേ ദൂരം പോയി തിരിച്ചു വന്നു. അപ്പോഴാണ് അവിടെ ഒരു കദ്രി പാർക്കുണ്ട്. നല്ലൊരു പാർക്ക്. ഞങ്ങൾക്ക് നേരത്തെ ഇവിടെ വന്നാൽ മതി എന്ന് തോന്നി. ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് കുറച്ച് സന്ധ്യയായി. അപ്പോൾ അതിൻ്റെ റോഡ് സൈഡാണ് ഈ കാണുന്നത്, ഫുട്പാത്തൊക്കെ. അതൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. എല്ലാം നല്ല സീറ്റിങ്ങും അറേഞ്ച്മെൻറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപാടന്നെ അവിടെ ഒരു ട്രെയിൻ ഇരിക്കുന്നുണ്ട്. ഫുൾ ഹോൾ പാർക്കിൽ അത് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും, ഫുൾ റൗണ്ട് എടുക്കും. അപ്പോൾ കയറി പോയപാട് ഞങ്ങൾ അതിൽ കയറി, കാരണം വെളിച്ചത്തിൽ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ റൗണ്ട് എടുത്ത് കഴിയുമ്പോൾ എൻ്റെ എല്ലാ ഭാഗവും കാണാം. അതുകൊണ്ട് നമുക്ക് ഫുള്ള് നടന്ന് കാണേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇരുട്ടായി തുടങ്ങി. അപ്പം പിന്നെ അവിടെ എന്താ നമുക്ക് കുറച്ച് പ്ലേ ഏരിയ ഉണ്ട്. അതേപോലെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടെയിനൊക്കെ ഉണ്ടായിരുന്നു. ഇത് അതിനകത്തുള്ളൊരു ഫ്ലാഗാണ് കേട്ടോ, ഒരു വലിയ ഫ്ലാഗാണ്. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, ഇതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ വെളിച്ചം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇവിടെ വരാമെന്ന് തോന്നി. കുറച്ച് നേരം കുട്ടികൾക്ക് കളിക്കുകയോ ഒക്കെ ചെയ്യായിരുന്നു. ഞങ്ങൾ ബീച്ചും തിരഞ്ഞു പോയതായിരുന്നു. ബീച്ചിലെത്തിയതുമില്ല, അതിൻ്റെ ഏതോ ഒരു വഴിയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തെത്തി. ഗൂഗിൾ മാപ്പ് ഇട്ട് പോയതാണ്. അപ്പോൾ അന്ന് മാംഗ്ലൂർ നിന്നിട്ട് ഞങ്ങൾ അടുത്ത ദിവസം ബാംഗ്ലൂർ